ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് പരിപ്പും മുരിങ്ങയിലയും കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് പരിപ്പും കുറച്ച് മുരിങ്ങയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഈ പരിപ്പൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം കഴുകിയെടുത്ത പരിപ്പാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. 3/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ 2 നുള്ളി ജീരകം, 5 പച്ചമുളക്, 2 നുള്ളി ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ പരിപ്പ് വെന്തോ നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ആ മുരിങ്ങയില നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് മൂടി വെച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്തിട്ടുണ്ടാകും. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് തണുക്കുമ്പോൾ വല്ലാണ്ടങ്ങ് കുറുകിപ്പോകും. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ചൂടാകാൻ വയ്ക്കാം. തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചുമന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി തീ ഓഫാക്കാവുന്നതാണ്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. താങ്ക് യു.